മോഹൻലാലിനെ പറ്റിയിട്ട് താങ്കൾക്ക് പൂർവ്വ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മോഹൻലാലുമായിട്ട്? ഒരു ബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ നല്ല നടനാണ്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ചെറുപ്പം മുതൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനിയാണോ ഏഴശനിയാണോ എന്നറിയില്ല, ശനി ബാധിച്ചിട്ടുണ്ട്. ആ ശനി ദശ കാരണം അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനാണ് സാധ്യത. പിന്നെ മറ്റുള്ള ആൾക്കാർ ഈ സമയത്ത് നമ്മൾ ഓരോ സ്ത്രീകൾ ശപിക്കുന്നു, ആ ശാപം തീർച്ചയായിട്ടും ഈ സമയത്ത് ബലിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ് വരുത്തിവെക്കാൻ പോകുന്നത്. കാണണോ? എന്നെ കാണണമെന്ന് ഞാൻ ആരോടും പറയണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാലും മതി. എന്നെ കണ്ടാലിപ്പോൾ എന്താ, നിങ്ങളെപ്പോലെ ഒരു പച്ച മനുഷ്യനാണ് ഞാൻ. എന്നിലുള്ള ചൈതന്യം ശക്തി എന്നിലുണ്ട്. അതാണ് ശംഖ്, ചക്രം, താമര ഇതൊക്കെ നിങ്ങൾ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇത് 99% എത്ര വ്യാജന്മാരുണ്ട്, അവരൊക്കെ കാണിച്ചുന്നുണ്ടോ? സത്യസായ ബാബ, അതേപോലെ തന്നെ മാതാമൃതമായ, അതേപോലെ തന്നെ കൽക്കി എന്ന് പറയുന്ന സ്ത്രീയിൽ, തിരുവനന്തപുരത്തൊരു സ്ത്രീയുണ്ട്, ഇവിടെ ആന്ധ്രയിൽ ഒരാളുണ്ട്. ഇവരൊക്കെ സത്യം കാണിച്ചെന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന, ഞാൻ ഭഗവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചങ്കുണ്ട്, ചക്രമുണ്ട്, ഇന്ന കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഏതെങ്കിലും ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ താങ്കളുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏക തെളിവ്. അതാണ് സത്യം. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അന്തിക്കാട് പള്ളി അത്ഭുതങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടോ? അത്ഭുതമല്ലേ, ഇതല്ലേ അത്ഭുതം. അതായത് അന്തിക്കാട് പള്ളിയിലത്തെ പെരുന്നാൾ ഇവിടെ അന്തിക്കാട് വീടിൻ്റെ അവിടെ വന്നിട്ട് പോണ സമയത്ത് അമ്മ പറഞ്ഞു, മോനെ ഈ മുട്ട കൊണ്ട് അവിടെ പള്ളിയിൽ ഇതിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, പള്ളിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ TV മേടിച്ച് വന്ന സമയം ഞാൻ പറഞ്ഞു, ഞാൻ പറ്റില്ലേ, പിന്നെ പള്ളിയിലത്തെ കാര്യത്തിന് ഞാൻ പോയില്ല പറഞ്ഞു. ആ പറഞ്ഞ് 10 മിനിറ്റ് ഇവർ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മടങ്ങണ സമയം ഈ TV പൊട്ടിത്തെറിച്ച് പോയി. കേരളത്തിൻ്റെ ഭാവി എന്താവും? നല്ല രീതിയിൽ മുന്നോട്ട് പോയി. BJP ഭരിക്കും ഫുള്ളായിട്ട്. അതായത് സുരേഷ് ഗോപി മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രിയാവും സുരേഷ് ഗോപി തീർച്ചയായിട്ടും. അത് ഞാൻ ധ്യാനത്തിൽ മനസ്സിലാക്കിയോ? ധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ല, 5-6 മാസങ്ങൾക്ക് മുൻപ് ഞാൻ തന്നെ പറഞ്ഞത് സുരേഷ് ഗോപി വിജയിക്കും എന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ്. സുരേഷ് ഗോപി കാണാൻ വന്നോ? സുരേഷ് ഗോപി അറിഞ്ഞിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഇവിടുത്തെ മോശമായി പോയി. താങ്കളാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെങ്കിൽ സുരേഷ് ഗോപി കാണാൻ വരാതിരുന്നത് വളരെ മോശമായി പോയി. സുരേഷ് ഗോപിക്ക് എങ്ങനെ അറിയാം ഞാൻ ആരാണെന്ന്? ഞാൻ പറഞ്ഞാലല്ലേ സുരേഷ് ഗോപിക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. വന്നില്ലെങ്കിൽ പണി കിട്ടുമോ? അല്ല, ഈ സുരേഷ് ഗോപി ജയിക്കണേക്കാളും 30 വോട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവർക്കും ഇവിടെ ഒരു കാരണവശാലും BJP ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇവിടുത്തെ ഈ വാമനമൂർത്തി അമ്പലത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, എനിക്കും കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ ശേഷം ഇവിടെ കാർത്തിയാനി അമ്പലത്തിൽ ഒരു ചെറിയ ഊട്ടുണ്ടായിരുന്നു. ഈ ഊട്ടിൻ്റെ സമയത്ത് ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കയറി അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവിടെ നമ്മുടെ ആ ചേട്ടനുണ്ടായിരുന്നു, 2-3 ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോകുലൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ, മക്കൾ, അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം സുരേഷ് ഗോപി 100% വിജയിച്ചിരിക്കും. അത് എൻ്റെ വാക്കാണ്, ഭഗവാന്റെ വാക്കാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ അവരെല്ലാവരും കളിയാക്കി എന്നെ. സാധിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ആ സത്യം പറഞ്ഞത് പോലും ആരും ഉൾക്കൊണ്ടിട്ടില്ല.